11,90,000 രൂപ. 11,90 KL ആയ വണ്ടി കേട്ടോ. NOC-ലല്ല, സാധാരണ എല്ലാവരും അങ്ങനെ ചോദിച്ചാൽ മേജറും മൈനറും ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നെറ്റ് പ്രൈസ് പറഞ്ഞാൽ മതി, 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് 2010 10 ടൈപ്പ് 2 ആക്കിയ വണ്ടി. 15 ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. TRD, GR-ന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബമ്പർ, ബാക്ക് സ്കേർട്ട്, മുൻ സ്കേർട്ട് എല്ലാ സാധനം ഫുള്ളാക്കി കയറ്റി വെച്ച വണ്ടിയാ. ഇത് 2010 വണ്ടിയാണ്. 10 ആണെന്ന് ഇതുമ്പോൾ എഴുതി വെക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് മൊത്തം മാറിയതാ. അതായത് ഫേസ് ലിഫ്റ്റ് ചെയ്യാന്നാണല്ലോ ഇപ്പൊ ഇതിന്റെ മലയാളത്തിൽ പറയാ. ഇത് നമ്മൾ 8,500 രൂപ ചോദിച്ചു, 8,400 ചോദിക്കും. ഒറ്റ വില പറയാൻ നമ്മൾ പെരുന്നാൾക്കുള്ള ഒരു ഓഫർ വില കുറച്ച് 7,75,000 രൂപ. 2011 വണ്ടി 4x4 മാനുവൽ. അതെ അതെ. നിങ്ങളൊരു നല്ലൊരു ടൊയോട്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ വന്ന് നോക്കിയിട്ട് പോകേണ്ട, നിർബന്ധമായും വന്ന് നോക്കിയിട്ട് പോകേണ്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ നൂർ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ്. മോങ് കഴിഞ്ഞിട്ടുള്ള ആ വള്ളുവമ്പ്രമൊക്കെ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. പുതിയ ഷോറൂമാണ്. നമ്മൾ ഇവിടുത്തെ ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോർച്യൂണറുകളും അതുപോലെ തന്നെ നല്ല അടിപൊളി കുറച്ച് ക്രിസ്റ്റകളും കാണിച്ചു തരാം കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടികൾ, ഒരുവിധം വണ്ടികൾ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് എന്താ 100 പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കേരളത്തിൽ മൊത്തം സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ട് അവസാനം വന്നാൽ മതി ഇവിടെ. പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾ വണ്ടി എടുത്തിട്ടേ പോകുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ വണ്ടികളുടെ വിലകളും ക്വാളിറ്റിയും. നിലവിൽ കിടക്കുന്ന ഒരു വണ്ടിയും പോലും സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. പക്ഷേ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ ഒരാൾ പോലും മിസ് ചെയ്യേണ്ട. ജസ്റ്റ് വരിക. ഇപ്പോൾ പെരുന്നാളൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഗംഭീര ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചധികം വണ്ടികൾ ഞാൻ ഈ എപ്പിസോഡിൽ സ്പീഡിൽ പറഞ്ഞു. ഏത് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിലും ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഫുൾ വീഡിയോ കാണുക, എന്താ സ്ഥിതി നോക്കുക. എന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റ് വരിക. എടുത്തോണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇവിടെ വന്ന് നോക്കാം. നിങ്ങൾ പോരുത്. വന്ന് നോക്കാതെ നിങ്ങൾ പോയാൽ ഭയങ്കര നഷ്ടമായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ചധികം കിട്ടുന്ന വണ്ടികൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ നൂർ മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാനുള്ളത് എല്ലാം നല്ല വലിയ കുറച്ച് ഫോർച്യൂണർ, അതുപോലെ തന്നെ ക്രിസ്റ്റ അല്ലേ. അതെ, വലിപ്പം കൊണ്ടേ വലുതുള്ള, വില കൊണ്ട് ചെറുതാണ് അല്ലേ. എന്തായാലും പെരുന്നാളൊക്കെയാണ് വരുന്നത്. പെരുന്നാൾ അതെ, ഒരാഴ്ചയും കൂടിയുള്ള പെരുന്നാൾക്ക് മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികൾ. അതാണല്ലോ ഇപ്പൊ നമ്മുടെ പരിപാടി. അതാ 100% അങ്ങനെ കൊടുക്കുള്ളൂ. ഒരുവിധം എല്ലാ വണ്ടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ അതുണ്ട്. പ്രൊഫൈലിനനുസരിച്ച് ഏതായാലും എനിക്കറിയാലോ. ശരാശരി ഫോർച്യൂണർ ഒക്കെ ആകുമ്പോൾ 2-3 റുപ്യ മുടക്കിയാൽ എന്ത് ചെയ്യാം, ഫോർച്യൂണർ നമുക്ക് കൊടുക്കാം. ക്രിസ്റ്റ ആണെന്നുണ്ടെങ്കിൽ ശരാശരി എന്ത് ചെയ്യാം, 17 എണ്ണം ഫോർച്യൂണർ നമ്മുടെ അടുത്ത് ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉണ്ട്. 17 വണ്ടി ഉണ്ട്. 17 നമ്മൾ കാണിച്ചു തരും. മൊത്തം സാധനം ആദ്യം കാണിച്ചു തരാം. വൈറ്റ് വണ്ടി മോനെ 2015 മോഡലാണിത്. 15 കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 2,08,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. 2,08,000 റീവണ്ടി 2,08,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് 2,02,000 പറഞ്ഞ കമ്പനി കറക്റ്റ് ആയിട്ട് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാളാം. സൂപ്പർ ക്വാളിറ്റി വണ്ടി. ഉണ്ട് നല്ല വണ്ടി. മേജറും മൈനറും ആയിട്ട് ഒന്നും പറയാനുള്ള കംപ്ലൈന്റുകൾ ഇല്ല വണ്ടി. ഇത് നമ്മൾ 15,000 റുപ്യ ആസ്ക് ചെയ്യും. നമുക്കൊരു 15,000 റുപ്യ കൊടുക്കാം. 15 മോഡൽ പേപ്പർ ആയ വണ്ടിയാണ്. അതെ. പേപ്പറിന്റെ കച്ചവടം ഉള്ളൂ ഇവിടെ. അല്ല, ഇവിടെ KL-ന്റെ കച്ചവടമേ ഉള്ളൂ. ഇവിടെ HR, UP ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ കൊടുക്കൂല, ഞാൻ ഒരാക്കും. പേടിയാ. ഈ കിടക്കുന്നതാണെങ്കിലോ ഇത് 2015 തന്നെ. ഇതും 15. ഇത് നല്ല നീറ്റ് അല്ല വണ്ടി. നല്ല നീറ്റ് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പ് വണ്ടി. അതായത് ഫ്രണ്ട് TRD, ബാക്ക് TRD എല്ലാം ഇതൊക്കെ മാറി ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെ? അതായത് ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതെ. ഇത് 2013 മോഡലാട്ടോ. 15 എനിക്ക് ഇതേ കളർ വേറെ വണ്ടി ഉണ്ട്. ഇത് 13 മോഡലാണ്. ഇത് പിന്നെ എന്തെങ്കിലും അപകടം ഉണ്ടാവും? മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ലാന്ന് ഗ്യാരണ്ടി ഞാൻ തരാം. അതായത് 2013 മോഡൽ കണ്ടില്ലേ. ഇതൊക്കെ ഒരു 1.5 ലക്ഷം റുപ്യന്റെ മേലെ ഫിറ്റിംഗ്സ് കൊടുത്തിട്ടാണ് ഇങ്ങനെ വണ്ടി ആക്കാൻ വെച്ചത്. അപകടമില്ലെന്ന് ഉറപ്പല്ലേ? മേജർ ആയിട്ട് ഒരു കേസും ഇല്ല. നമുക്ക് എന്താ വരുന്നത്? ഇത് നമ്മൾ ഇതിന്റെ കിലോമീറ്റർ ജിന്നോട് ചോദിച്ചിട്ടില്ല. 2,34,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത് ജെനുവിൻ കിലോമീറ്റർ ആയതുകൊണ്ടാണല്ലോ. അതെ ജെനുവിൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ നമ്മൾ സർവീസ് ഹിസ്റ്ററി എടുത്ത വണ്ടി ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ 13,000 റുപ്യ ചോദിച്ചു. 13 ചോദിക്കും. 13 റുപ്യ ഇട്ടാലും കൊടുക്കും. 13 വണ്ടിക്ക് 13 വേറെ ഒന്നുണ്ടോ? ഇതിന്റെ ഫിറ്റിംഗ്സിനാണ് വില. ഞാനോട് പറഞ്ഞില്ല, 1.5 ലക്ഷം റുപ്യന്റെ മുകളിലുള്ള ഫിറ്റിംഗ്സ് ആണ് നമ്മൾ കയറ്റിയത്. ഞാൻ കയറ്റിയത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതെ. ഫുൾ A to Z ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ വെള്ള. ഇത് വെള്ള 2012 വണ്ടി. 12 ആണല്ലേ. ഇത് 4 വീൽ ഓട്ടോമാറ്റിക് അല്ല, 2 വീൽ ഓട്ടോമാറ്റിക്. 12 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ്. എല്ലാ വണ്ടികളും നല്ല നീറ്റ്. ഇതിന്റെ ഇത് പറഞ്ഞാൽ 160 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ജെനുവിൻ ആണ്. എല്ലാ 10ലും സർവീസ് ഉണ്ടെന്നൊന്നും നമ്മൾ ആരോടും വെല്ലുവിളിക്കണ്ട. മേജർ ആയിട്ടുള്ള ഒരു കേസും ഇല്ല. പിന്നെ അപാകത ഇങ്ങനെ ചോദിച്ചിട്ട് പേടിപ്പിച്ചണ്ട. എന്റെ കയ്യിൽ നിന്ന് വണ്ടി കൊണ്ടുപോലോട് നമ്മളെന്താ പറയല്, ഏത് വണ്ടി എടുത്തോളി 10 ലക്ഷം റുപ്യന്റെ വണ്ടിക്ക് 5 ലക്ഷം റുപ്യ തരാ വണ്ടി കൊണ്ടുപോവാ.
നേരെ കൊണ്ടുപോയിട്ട് 1-2 ദിവസം ചെക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി മേജർ എന്ത് വിഷയം ഉണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേരം ഓരോ ചെലവിന്റെ പൈസ അടക്കം തിരിച്ചു ഞാൻ കൊടുക്കും. നേരെ പകുതി പൈസ എന്നിട്ട് കൊണ്ടുപോകാൻ ധൈര്യം പറയുന്നത് വേറെ ആരും ഞാൻ മാത്രമേ പറയുള്ളൂ. 10 ലക്ഷം റുപ്യന്റെ വണ്ടിക്ക് 5 ലക്ഷം റുപ്യ തരാ വണ്ടി കൊണ്ടുപോകാം. 2-3-4 ദിവസം ഒരാഴ്ച ഉപയോഗിച്ചോളി, റാഹത്തായിട്ട് പൈസ ആയിട്ടാണ് വന്നോളി. അതാണ് അതിന്റെ ഗ്യാരണ്ടി. 12 വണ്ടിക്ക് നമ്മൾ 13 റുപ്യൊക്കെ ചോദിക്കണ വണ്ടിയാണ് നമുക്ക് ഒരു 12.25 ഇട്ടിയാൽ കൊടുക്കാം. 12.5 റുപ്യ അത് കൊടുക്കാൻ കഴിയൂല. 2 വീലർ ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ, 12.5 കൊടുക്കാം. 12 അല്ലേ, 12,50,000 രൂപയ്ക്ക് ഈ പറഞ്ഞ 12 മോഡൽ വണ്ടി 12 വണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണ് അടിപൊളി സാധനം. അതെ, ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ കളറാണ്. ദുബായിൽ മമ്മൂട്ടിന്റെ ഒക്കെ മാതിരി ദുബായ് സിനിമ ഉണ്ടായിരുന്നല്ലോ. ശരിക്കും ഇപ്പൊ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്നാൽ ഇത് എടുത്തിട്ടേ പോകുള്ളൂ അല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ കമ്പാണല്ലോ. 15 മോഡലാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് പകല് ഒരു കളറും രാത്രി ഒരു കളറുമാണ്. ശരിക്കും ഗ്രേ ആണ് വെച്ചാൽ ഗ്രേ ആണ്, ബ്ലാക്ക് ആണ് വെച്ചാൽ ബ്ലാക്ക് ആണ്. ഡബിൾ കളർ അത്. അത്രയും പണിയെടുപ്പിച്ചു. അതുണ്ട് ഫിറ്റിംഗ്സ് ഞാൻ പറഞ്ഞില്ലേ, 1 ലക്ഷം റുപ്യക്ക് ഇങ്ങനെ ഫിറ്റിംഗ്സ് ആവില്ല വണ്ടി. ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം. അതായത് എല്ലാം കൊണ്ടും 100-ൽ 100 ആണ്. അതെ അതെ അതെ. ഇതും 2 വീൽ മാനുവൽ ആണ്, 2 വീൽ ഓട്ടോമാറ്റിക് 2005 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. 1.16 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി. ജെനുവിൻ. ഇത് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാ 10-ലും സർവീസ് ആണെന്നല്ല പറഞ്ഞത്. ഇപ്പൊ നിലവിൽ 1.10 സർവീസ് കമ്പനിന്ന് ലാസ്റ്റ് കഴിഞ്ഞതാ. ആ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ അതെ അതെ, അങ്ങനെ പറഞ്ഞാൽ മതി. ചൊക്കപ്പാട് അതെ അതെ കറക്റ്റാ. ശരി, അപ്പൊ 15 വണ്ടി നമുക്ക് എന്താ വില? 15 ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. TRD GR-ന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബമ്പർ, ബാക്ക് സ്കേർട്ട്, മുൻ സ്കേർട്ട് എല്ലാ സാധനം ഫുള്ളാക്കി കയറ്റി വെച്ച വണ്ടിയാ. ഇതിന് നമ്മൾ 15.5 ചോദിച്ചു. അവസാന ഘട്ട ഫൈനൽ നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും, 15 റുപ്യക്ക് ഈ വണ്ടി കൊടുക്കും. 15 വണ്ടിക്ക് 15 റുപ്യ. ഇനി നമുക്ക് എന്താ ചെയ്യാറ്, പെരുന്നാളൊക്കെ അല്ലേ വരുന്ന, ഒരാൾ വന്നാണ്ട് 1490 പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല. ബാസി നമുക്കില്ല. ബാസി വെറും കച്ചവടത്തിൽ നമ്മൾ കാട്ടാൻ പാടില്ല. ഇതാണെങ്കിലോ ഇത് 2013 4x4 മാനുവൽ വണ്ടി. 4x4 മാനുവൽ 13 ആണല്ലേ? 13 കൂടി വണ്ടിയാണ്. അതെ അതെ അതെ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല പണിയൊക്കെ എടുപ്പിച്ച വണ്ടിയാണ്. അതുണ്ട്. അതിങ്ങനെ എല്ലാ വണ്ടി എന്താ പറയുക, ഒന്നിനൊന്ന് മെച്ചമുള്ള വണ്ടികളാണ്. പിന്നെ രക്ഷയില്ലാത്ത എങ്ങനെ ഇന്റീരിയർ വേറെ ലെവലാട്ടോ. എല്ലാ വണ്ടിയും വേറെ ലെവല. ഇന്റീരിയർ നല്ല ഇന്റീരിയറും എക്സ്റ്റീരിയർ ഒക്കെ ഉഷാറാക്കി വെച്ചാൽ ഇപ്പൊ പഴയ മാരിയുള്ള കച്ചവടമൊന്നും ഇല്ല. ഇപ്പത്തെ സംവിധാനം വണ്ടി നല്ല വണ്ടി, ക്വാളിറ്റി വണ്ടി, വിലക്കുറവ്, ഗുണമേന്മയൊക്കെ ഉള്ള വണ്ടി ആൾക്കാർ എടുക്കുള്ളൂ. എന്റെ അടുത്ത് മാത്രമല്ലല്ലോ വണ്ടികള്, നൂറ്റിക്കണക്കിന് ഷോറൂമിൽ ഇത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കറിയാലോ എവിടെ പോയിട്ട് ആളുകൾ നല്ല വണ്ടിയാണോ ഗ്യാരണ്ടി വാറണ്ടി ചെക്കിംഗ് ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കണ ഒരു വണ്ടി എടുക്കുള്ളൂ. 4x4 മാനുവൽ എന്താ വില? ഒറ്റ വില പറഞ്ഞാൽ മതി, 11 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 11 ലക്ഷം രൂപയ്ക്ക് 13 4x4 മാനുവൽ. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിൽ ഇത് 2010 വണ്ടിയാണ്. ഇത് 10 ആണോ? 10 ആണെന്ന് ഇതുമ്മൽ എഴുതി വെക്കണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് മൊത്തം മാറിയതല്ലേ? മൊത്തം മാറിയതാ. അതായത് ഫേസ് ലിഫ്റ്റ് ചെയ്യാന്നാണല്ലോ ഇപ്പൊ ഇതിന്റെ മലയാളത്തിൽ പറയാ, മുഖം മാറ്റുക അല്ലേ? ഫേസ് ലിഫ്റ്റ് 2 കൺവേർട്ട് ചെയ്തു. അതെ അതെ അതെ. ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ ഞാൻ പറയുള്ളൂ. പിന്നെ 1,92,000 ആവുന്നപ്പോ ജെന്യൂൻ ആണെന്നൊന്നും നമ്മൾ പറയണ്ട. 2010 വണ്ടിയല്ലേ, 16 കൊല്ലം ഓടിയതായിട്ടുള്ള. ഇല്ലല്ല, അപാകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി അപാകതയാണ്. ഇതിന്റെ ബോണറ്റ്, ബമ്പർ, ഹെഡ്ലൈറ്റ് ഒക്കെ മാറിയാലേ ടൈപ്പ് 2 ആവുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. അതൊക്കെ ഇപ്പൊ നമ്മള് ഒരു 80 റുപ്യ 90 റുപ്യ ഉണ്ടായാൽ ടൈപ്പ് 2 ആക്കാൻ പറ്റും. അപ്പോൾ എന്താ വില വരുന്നത്? ഇത് നമ്മൾ നെറ്റ് പ്രൈസ് പറഞ്ഞാൽ മതി, 9 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപയ്ക്ക് 2010 10 ടൈപ്പ് 2 ആക്കിയ വണ്ടി. ഇത്രയും വൃത്തിയുള്ള വണ്ടി, വണ്ടി ക്വാളിറ്റി വണ്ടി. അതെ. അപ്പൊ എന്തായാലും മോശമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി. നമുക്ക് ബാക്കിയുള്ള ഫോർച്യൂണറും കൂടി കാണിച്ചു കൊടുത്താൽ അത് പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അല്ല, എന്നിട്ട് നമുക്ക് അതെ 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 അതെ. ഇത് 2015 സിംഗിൾ ലിവർ മാനുവൽ. സിംഗിൾ ലിവർ മാനുവൽ, അതായത് സിംഗിൾ ലിവർ 4x4 അല്ല എന്നർത്ഥം. ഒറ്റ ലിവർ വരുള്ളൂ, 2 വീൽ മാനുവൽ. അത് 15 2 വീൽ മാനുവൽ കാണൽ വളരെ റയർ. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 1.27 പ്രോപ്പർ കിലോമീറ്റർ ആണ് ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു. 2 വീൽ മാനുവൽ അത്യാവശ്യം മൈലേജിന്റെ ഒരു ബഹറൈക്കാരൻ 2 വീൽ ആവുമ്പോൾ. ഇത് നമുക്ക് 15 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യും. ഒരു 14 റുപ്യ ഇട്ട് നമുക്ക് കൊടുക്കാം. 1.27 ഓടിയിട്ടുള്ളൂ, ജെന്യൂൻ ആണ്. ഇത് KL 58 തലശ്ശേരി നമ്പർ ആയ വണ്ടി, ഇവിടെ നമ്പർ ആയതല്ല, നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാ. 15 മോഡൽ വണ്ടിക്കാണ് നമുക്ക് 14 റുപ്യ. അതെ അതെ അതെ. 2 വീൽ മാനുവൽ. അതെ. ഇതാണെങ്കിലോ ഇത് 13 സിൽവർ വണ്ടി. 13 സിൽവർ നല്ല നീറ്റ് ആണ് കേട്ടോ. നല്ല നീറ്റ് ആണ്. ഇതിലാറെ ചൊറക്കൊന്നും ഇപ്പൊ നമ്മളോട് ഉണ്ടാക്കി വെക്കാൻ കഴിയൂല. അതെ അതെ. 2.20 ഓടിയ വണ്ടി. ഇത് നമ്മൾ 13 ആസ്ക് ചെയ്യും. 13 വണ്ടിക്ക് മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ മോനെ 2012 വണ്ടിയാണ്. ഇത് കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? 13 വണ്ടി 2,62,200 കിലോമീറ്റർ ഓടി. 13 2 വീൽ ഓട്ടോമാറ്റിക്.
2 ലക്ഷത്തി സംതിങ് ഓടിയിട്ടുണ്ട് അല്ലേ? 2,62,000 കിലോമീറ്റർ ഓടിയാണ്. അതൊന്നും ഇപ്പൊ ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാലോ, ഓട്ടൊന്നും ഒന്നും അല്ല. 5 ലക്ഷം 6 ലക്ഷം ഓടിയാലൊന്നും ഒന്നും സംഭവിക്കില്ല. മേജറായിട്ട് ഒരു സംഗതി ഇല്ലെന്ന് ഗ്യാരണ്ടി ഞാൻ പറയും. പിന്നെ ഇത് ഇങ്ങനെ ഇടക്കിടക്കിനോട് ചോദിച്ചും ചെയ്യരുത്. ഞാനോട് എന്റെ അടുത്ത് ഏത് വണ്ടി എടുക്കാൻ വന്നവർക്ക് വണ്ടി ഞാൻ കൊടുക്കും. പകുതി പൈസ തരാം, വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്നിട്ട് 100 വട്ടം കബൂലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാക്കി തന്നാൽ മതി. കബൂൽ കുറവുള്ളവരും കൊണ്ട് വന്നോളൂ, നിങ്ങൾ കായാണ് തിരിച്ചു തരും. വില നമുക്ക് ഇത് എന്ത് ചെയ്യാ, ഒറ്റ വില പറയുന്നുള്ളൂ. ഞാൻ 13,400 റുപ്യാണ് 13 റുപ്യക്ക് കൊടുക്കും. 13 ലക്ഷം രൂപ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ടല്ലോ, ഇത് മോഡൽ എത്ര? ഇതും വൈറ്റ് അതുപോലെ തന്നെ 2013 വണ്ടി തന്നെയാണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മളൊരൊറ്റ വില പറഞ്ഞാൽ 11,50,000 റുപ്യ കൊടുക്കും. 11.5 ലക്ഷം രൂപക്ക് 2013 രണ്ടാമത്തെ ഓണർ, റീ രജിസ്ട്രേഷൻ, 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ. നല്ല ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി. ഇനി എന്തെങ്കിലും വരുന്ന ആൾക്കാർ പറയാം ക്ലീൻ കുറവുണ്ട് നമ്മൾ ആക്കി കൊടുക്കും, ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും കുറവുണ്ട് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ വൈറ്റോ? ഇതും അതുപോലെ തന്നെയാണ് 2014 വണ്ടി. 14 4x4 മാനുവൽ വണ്ടി. 4x4 മാനുവൽ വണ്ടി. അപാകത എന്ന് പറയാനൊന്നുമില്ല. 14 വണ്ടി 4x4 മാനുവൽ എന്താ വില? 14 4x4 മാനുവൽ നമ്മൾ 12 റുപ്യ നെറ്റ് ആവശ്യപ്പെടും. മാന്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. 12 ലക്ഷം രൂപയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു. 14 മോഡൽ ഉണ്ടല്ലോ, അതും നല്ല വൃത്തിയുള്ള നീറ്റ് വണ്ടി. പഴയ ഷേപ്പിൽ അതായത് തറവാട്ടുകാരൻ വന്നാ തറവാട്ടുകാരൻ ഉണ്ടാവുമല്ലോ, തറവാടിത്തെ എന്നും വലിയൊരു ഘടകം. ഒറിജിനാലിറ്റി അതെ അതെ ജനിച്ച അതേ മോഡൽ അസിലിക്കാരനാണ്. 2011 വണ്ടി. 11 ഈ ഷേപ്പ് കുറവാണല്ലോ. 11 ടൈപ്പ് 1 ആണ് വരിക. ടൈപ്പ് 1 തന്നെയാണ് ഇപ്പൊ ഈ വണ്ടി നിൽക്കുന്നത്. ഇത് കിലോമീറ്റർ 2011 വണ്ടി. ഇതൊക്കെ ഇന്ധനം അടിക്കുക, നേരെ ഓടുക, വേറെ ഒന്നും കുറെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ 8.5 റുപ്യ ചോദിച്ചു, 8.25 ചോദിക്കും. ഒറ്റ വില പറയാൻ നമ്മൾ പെരുന്നാൾക്കുള്ള ഒരു ഓഫർ വില കുറച്ച് 7,75,000 റുപ്യ. 2011 വണ്ടി 4x4 മാനുവൽ. അതെ അതെ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. അപ്പൊ മാക്സിമം കുറച്ച് കൊടുക്കുമല്ലോ. ഇവിടെ വന്ന ഒരാൾ ആവശ്യക്കാരനാണോ മുതൽ ഞാൻ കൊടുക്കും. അല്ല എന്റെ കാര്യം വെച്ച് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പൊ തലയിൽ വെച്ചാണ്ട് ഏറ്റിച്ചാനൊന്നും പറ്റൂല. ആവശ്യക്കാരനാണോ വണ്ടി ഞാൻ കൊടുക്കും, പരമാവധി കുറച്ചുകൊണ്ട് കൊടുക്കും. അതങ്ങനെ ചെയ്യുള്ളൂ. അതാണ് നമ്മൾ നിലവിൽ ഇപ്പൊ ഈ കിടക്കുന്ന. അതെ അതെ, ഫോർച്യൂണറുകൾ ഇപ്പൊ നമ്മൾ 10-15 വണ്ടി കാണിച്ചു തന്നു. ഇനിയിപ്പോ 5-8 വണ്ടി കൂടി നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ അത് നമ്മളൊക്കെ പാടെ ഈ സമയപരിമിതി ഒക്കെ വലിയൊരു വിഷയമാണല്ലോ ഇതില്. പിന്നെ വീഡിയോ ദീർഘിപ്പിച്ചാൽ അത് വലിയൊരു വയലാക്കി ഒരു മണിക്കൂറത്തെ കഥാപ്രസംഗമാക്കാനൊന്നും പറ്റൂല. അപ്പൊ നമ്മൾ ക്രിസ്റ്റ പോലെ തന്നെ ഒരു 10-40 ക്രിസ്റ്റ നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. ഇത് 2016 ആണ്. ഓട്ടോമാറ്റിക് ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്, ഒറ്റ ഓണർ ആണ്, 0 ക്ലെയിം ആണ്. എന്തെങ്കിലും പറയണ്ട എനിക്ക്? അത്യാവശ്യം നല്ല വില വരുമല്ലോ. അല്ല വില ഒന്നും വേണ്ട, ഞാൻ വെറുതെ മുതൽ കൊടുക്കണം. എനിക്കറിയില്ലേ, നല്ലൊരു മനസ്സുള്ളവരെ മുതൽ വെറുതെ കൊടുക്കാൻ കഴിയും. 2016 സെറ്റ് ഓട്ടോമാറ്റിക് ഒറ്റ ഓണർ 0 ക്ലെയിം വണ്ടി. വെല്ലുവിളിക്കുകയാണ് 0 ക്ലെയിം വണ്ടി. ഇത് കൊടുക്കണ വില എത്ര? വെറും 17 ലക്ഷം റുപ്യക്ക് ഞാൻ കൊടുക്കും. 16 മോഡൽ സെറ്റ് ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടി, ഒറ്റ ഓണർ, ഫാൻസി നമ്പറും. നല്ല പ്രൈസ് കുറവല്ലേ? നല്ല പ്രൈസ് ഒട്ടും കൂടുതലല്ല. അതെ, അതാണ് വണ്ടി. ഇതാണെങ്കിലോ ഇത് 2016 സെറ്റ് ഓട്ടോമാറ്റിക്. മുന്തിരി കളർ റീ വണ്ടി. ക്ലെയിം ഉണ്ടോ? ക്ലെയിം എന്ന് പറയാൻ മേജർ കേസുകളൊന്നുമില്ല. പിന്നെന്താ ഈ വണ്ടി ഇങ്ങനെ ഈ ക്ലെയിം എന്ന് പറഞ്ഞ സാധനം നമ്മളെടുത്ത് വണ്ടി ഇൻഷൂർ ഇല്ലാത്ത വണ്ടിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ഒരു വണ്ടിന്റെ ബമ്പർ മാറി അല്ലെങ്കിൽ ഒരു ലൈറ്റ് മാറി അല്ലാണ്ട് നമ്മൾ മേജർ എന്ന് പറയാൻ പറ്റൂല. ഒരു ക്രിസ്റ്റന്റെ ഹെഡ്ലൈറ്റിന്റെ ഷോറൂമിൽ വില 42,000 റുപ്യ. 42,000 പ്ലസ് GST പ്ലസ് ലേബർ അറിയുമ്പോൾ 1.5 ലക്ഷം റുപ്യ ഒരു ലൈറ്റ് മാറുമ്പോൾ വരും. അപ്പൊ 1 ലക്ഷം റുപ്യന്റെ ക്ലെയിം പറഞ്ഞാൽ വലിയൊരു സംഭവം അല്ലേ? 2 ലൈറ്റ് മാറി ആയി പറയുമ്പോൾ 1 ലക്ഷം എന്ന് പറയുമ്പോൾ 1 ലക്ഷം റുപ്പീസ്. മേജർ ഇടി ഉണ്ടോ? നമ്മളിപ്പോ ഒരു വണ്ടിന്റെ എഞ്ചിൻ പാർട്സ് മാറുക അല്ലെങ്കിൽ ചേസുമൽ റീപ്ലേസ് വരിക അല്ലെങ്കിൽ ഒരു വണ്ടിന്റെ പിന്നെ മേജർ ഇടി വരിക എന്ന് പറയുമ്പോഴാണ് എനിക്ക് കംപ്ലൈന്റ്. ഇത് മൈനർ ആയിട്ടുള്ള സംഗതികളൊക്കെ സർവ്വസാധാരണയാണല്ലോ. ഇത് 2016 സെഡ് ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഒരു 16,400 റുപ്യക്ക് കൊടുക്കും. 16,25,000 റുപ്യക്ക് സെഡ് ഓട്ടോമാറ്റിക് മുന്തിരി കളർ വണ്ടി. അതേപോലെ തന്നെ സെയിം സാധനം ഇത് 2017 മുന്തിരി കളർ തന്നെ G4 ഓട്ടോമാറ്റിക്. 17 G4 ഓട്ടോമാറ്റിക്. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. പിന്നെ ഇവിടുത്തെ വണ്ടിയിൽ ഒരെണ്ണത്തിൽ പോലും സ്ക്രാച്ച് പോലും ഉണ്ടാവും. പിന്നെ അതെന്താ നീറ്റ് എന്ന് പറയുന്ന സംഗതി വലിയൊരു ഘടകം. അവിടെ ആൾക്കാർ നീറ്റ് ഏറിയിട്ട് മടങ്ങി പോകുന്ന ഒരു സംഭവം നമുക്കുണ്ട്, കൺഫ്യൂഷൻ ആയിട്ട്. അങ്ങനെ ഉണ്ടല്ലോ വരുന്നവർക്ക് കൺഫ്യൂഷൻ അല്ല. ഓലിനോട് ചിലവരിനോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇതെന്താ നെയ്യ് പൊരിച്ച പപ്പടം മാതിരി നീ പോളീഷൊക്കെ ചെയ്ത് ഇങ്ങനെ ടെഫ്ലോൺ കോട്ടൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നെയ്യ് പൊരിച്ചൊരു പപ്പടം ഉണ്ടല്ലോ, ആ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ബൽക്ക് ഒരു ബേജാറാ. നമ്മളെന്തോ ഇതിന്റെ എഞ്ചിൻ റൂമൊക്കെ തുറന്നാണ്ട് ഒരു കെമിക്കൽ ഇടലുണ്ട് ഇപ്പൊ. വണ്ടി ഇങ്ങനെ ഗ്ലേസിംഗ് ആയി നിൽക്കുമ്പോൾ ബൽക്ക് ഇത് എന്തോ നമ്മൾ കാട്ടിയമായിട്ട് തോന്നുന്നു. 17 G4 എന്താ വില? 17 G4 നമ്മൾ മാന്യമായ വില 14,50,000 റുപ്യക്ക്. 14,00,000 റുപ്യക്ക് മാണ്ട 14,400 കൊടുത്താളാ. ഓട്ടോമാറ്റിക് അല്ലേ? 2.8 G, അതായത് ഓട്ടോമാറ്റിക്. അതായത് 14 ലക്ഷം റുപ്യക്ക് 14,25,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഇത് 16 ഒറിജിനൽ കേരള വണ്ടി. 16 മോഡൽ ഒറിജിനൽ കേരള ഒറ്റ ഓണർ വണ്ടി. അടിപൊളി.
നല്ല നീറ്റ് അല്ലേ? ഓ നല്ല നീറ്റ് വണ്ടി. ശരി, ഇത് നമുക്ക് എന്താ റേറ്റ്? ഇത് നമുക്ക് 15,500 റുപ്യ. 15,50,000 നമ്മൾ ചോദിച്ചു. പിന്നെന്താ പറയാ, ഇപ്പൊ സമയം ഇരുടായി, ജന്നും വരുന്ന നേരാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും 4 നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ 4 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ഏത് വണ്ടി നമ്മൾ ആ നമ്പറിൽ ഒരു ഹായ് വിട്ടാൽ നമ്മളെ ലിങ്ക് കിട്ടും. ഇനി ഏതെങ്കിലും വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണ്ടി ഒന്ന് വിളിച്ചാൽ മതി. ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് എന്ത് ചെയ്യരുത്, പിന്നെ ഫോൺ എടുക്കണില്ല ഇടണ്ട. തിരക്കാണെങ്കിൽ നമ്മൾ 1, 2, 4 നമ്പർ കൊടുക്കേണ്ട ഏതിലും നിങ്ങൾ വിളിച്ചോളൂ. ഇത് 2016 സെഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ വണ്ടി. 16 സെഡ് ബ്രോൺസ് കളറിൽ. ഇതൊക്കെ ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. അതൊക്കെ നീറ്റ് വണ്ടി. ഇത് ഒറിജിനൽ കേരളയാ? ഒറിജിനൽ കേരള വണ്ടി, സെഡ് ഓട്ടോമാറ്റിക് അല്ലേ? അതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 44444. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം. വണ്ടി വെടിച്ചില്ല വണ്ടി. അതൊക്കെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാന്ന് തന്നെ പറയാം. അതെ അതെ അതെ. ശരി, ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 17 റുപ്യ. 17 ലക്ഷം രൂപ. 17 ലക്ഷം റുപ്യക്ക് 16 സെഡ് ഓട്ടോമാറ്റിക് കേരള വണ്ടി. അത് നെഗോഷ്യബിൾ ആവോ റേറ്റ്? നെഗോഷ്യബിൾ എല്ലാം നെഗോഷ്യബിൾ തന്നെ. ഇത് ബാറ്റ ചെരുപ്പിന്റെ കച്ചവടമല്ല. ബാറ്റ ചെരുപ്പ് MRP റേറ്റ് 1 പൈസയും കുറയില്ല. ഇത് 100ന്റെ വണ്ടി കച്ചവടം. ഞാൻ മാന്യമായിട്ട് കുറച്ച് കൊടുക്കും. അപ്പോഴേ ആൾക്കാരുടെ അടുത്ത് മുതലും കൊണ്ടുപോകുള്ളൂ. ഇജു ഞാനിങ്ങനെ വേദ പറഞ്ഞ് തൊള്ളട്ട് അലച്ചിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾ എല്ലായിടത്തും പോയി നോക്കും. എവിടെയാണോ, ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, എവിടെയാണോ നല്ല വണ്ടി വില കുറച്ച് ഡീലിംഗ് നന്നാക്കി കൊടുക്കണോനെ കച്ചവടം വ്യാപാരം ഉള്ളുവായി ഇഷ്ടം പോലെ വണ്ടി കച്ചവടക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ, ഇത് 2016 G4 ഓട്ടോമാറ്റിക് റീവണ്ടി. 16 G4 ഓട്ടോമാറ്റിക് ആണ്. അത് അതിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ടെ നിങ്ങൾ. ഇതിന്റെ ക്വാളിറ്റി നല്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്, ഇത് 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടി 85,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഗ്യാരണ്ടി പറഞ്ഞ് ഞാൻ കൊടുക്കും. ഇതും കേരള വണ്ടി തന്നെയാ? അല്ല, റീവണ്ടി ആണല്ലേ? ഗ്യാരണ്ടി പറയാൻ പറ്റും? ഗ്യാരണ്ടി 200 വട്ടം ഗ്യാരണ്ടി പറയാം. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 15,500 റുപ്യ ആസ്ക് ചെയ്യും. ഒരു 15,400 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 15,20,000 രൂപ. അതെ അതെ. അത് നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതെ അതെ. ഇത് നമുക്ക് വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ അല്ലേ? മേജറും മൈനറും ആയിട്ടുള്ള ഒരു ഡിക്കിന്റെ ഗ്ലാസ് മാറിക്കുന്നത്. മെയിൻ ഗ്ലാസ് വരെ റീപ്ലേസ് അല്ല. 100% ഗ്യാരണ്ടി പറഞ്ഞു. എത്ര പറഞ്ഞു? 15,25,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അടിപൊളി. അതുപോലെ തന്നെ ഈ കിടക്കുന്ന വൈറ്റ് ആണെങ്കിലോ? വൈറ്റ് 2020 വണ്ടിയാണ്. സോറി, ഇത് 19 G+ വണ്ടി. 19 G+. മോഡൽ കൂടി വണ്ടി. G+ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. G4 തന്നെ 19 ശേഷം G+ പറഞ്ഞൊരു സംവിധാനം. അതായത് കമ്പനി സ്റ്റീരിയോ, സ്റ്റാറിംഗിൽ വോളിയം കൺട്രോൾ, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, എന്താ പറയുക, അഡീഷണൽ സാധനം. അതെ അതെ, അഡീഷണൽ ആയിട്ട് വരുന്ന സാധനം. ഇത് നമുക്ക് കിലോമീറ്ററോ? കിലോമീറ്റർ 1,55,000 കിലോമീറ്റർ. റേറ്റ് ആണെങ്കിലോ? റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 15.5 ലക്ഷം റുപ്യാണ്. ഒരു 14.25 കൊടുക്കാം. 14.25 ആലോചിക്കണം. 19 മോഡൽ വണ്ടിയാണ്. 19 വണ്ടി. ഇതൊക്കെ ലോൺ വേണ്ടി ആൾക്കാർക്ക് എന്താ പറയുക, ഒരു 12-12.5 റുപ്യ ലോൺ തന്നെ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. അതുപോലെ തന്നെ സെയിം സാധനം ഓർഡർ ഉണ്ടല്ലോ. ഇതാണെങ്കിൽ സെയിം സാധനം. ഇതും 19 തന്നെ. 19. ഇത് കിലോമീറ്റർ? ഇതും കിലോമീറ്റർ 1,68,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇതൊക്കെ നല്ല നീറ്റ്. ഇതൊക്കെ എന്താ പറയാ, നമ്മളിവിടെ കൊണ്ടുവരുമ്പോ നീറ്റ് ആക്കാതെ ഭാര്യ വെച്ച് എരപ്പാക്കി വെച്ച ഒരാൾ ഒരു വണ്ടി എടുക്കൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡിസ്പ്ലേകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. മേജർ ആക്സിഡന്റ് പിന്നെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല, വണ്ടി കൊടുക്കൂല. ഇൻ കേസ് ഏതെങ്കിലും വണ്ടി കുടുങ്ങുകയാണെങ്കിൽ, വണ്ടി ഇതിപ്പോ വണ്ടിന്റെ കച്ചവടമാണ്, നമ്മളത് മുസാഫിൻ കച്ചവടം ഒന്നും അല്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുടുങ്ങുകയാണെങ്കിൽ അത് പറഞ്ഞ് കരാർ എഴുതി കൊടുക്കും ഞാൻ. എന്റെ പോളിസി അതാ. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഒറ്റ വില പറയാണ് 14 ലക്ഷം റുപ്യക്ക് 19 G+ ഇന്നോവ. 14 ലക്ഷം റുപ്യക്ക് 19 G+ ക്രിസ്റ്റ. വേറെ എവിടെയും കിട്ടുമല്ലേ? കിട്ടൂല. വളരെ അപൂർവം. അതൊക്കെ സ്വപ്നങ്ങൾ. പേപ്പർ ആക്കിയ വില KL 10 രജിസ്റ്റർ ചെയ്ത വണ്ടി ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് കൊടുക്കുന്ന വിലയാണ്. ഈ കിടന്നാണെങ്കിലോ? ഈ കിടക്കുന്ന വണ്ടി 2017 വണ്ടി. 17 ആണ്. നല്ല നീറ്റാണ്. ഈ പറഞ്ഞ നീറ്റാ ഞാൻ എല്ലാം പറയുന്നില്ല. ഒരേ കണ്ടീഷൻ കേട്ടോ. ഇതിന്റെ വീലൊക്കെ നോക്കിയോ, ന്യൂ ടൈപ്പ് വീലൊക്കെ ചെയ്താണ്. 22 വരുന്ന വീലാണ് ഇതുള്ളത്. ഇത് 17 അല്ലേ വണ്ടി? 17. പിന്നെ ഇവിടെ നമ്മളെടുത്തുള്ള ഒരുവിധം വണ്ടിയൊക്കെ എന്താ പറയുക, ഫേസ് ലിഫ്റ്റ് നമ്മൾ ചെയ്യും. ആൾക്കാർക്ക് ഈ ഓൾഡ് ഷേപ്പ് ഇപ്പം വേണ്ട. ആൾക്കാർക്ക് ഇങ്ങനെ കാണുമ്പോ എന്താ പറയുക, ലെങ്കി മറിയണം വണ്ടി. അങ്ങനെ ഉണ്ടല്ലോ. നല്ല നീറ്റാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലെങ്കി മറിയാൻ ആൾക്കാർക്ക് വണ്ടി പറ്റൂല. ഇത് പണ്ട് ഇതൊക്കെ ഷോറൂമിൽ നിന്ന് റിബൺ കെട്ടി ഇറക്കേണ്ട ജാതി. നമ്മളുടെ റിബൺ മുറിച്ചിട്ട് ഇറക്കല്, ആ ഇറക്കേണ്ട ജാതി വണ്ടിയാ. 2017 വണ്ടിക്ക് നമ്മൾ കുറഞ്ഞ വില ഇതിന് ആവശ്യപ്പെടുന്നുള്ളൂ. 15,500 റുപ്യ. 15,50,000 റുപ്യ. G4 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. G4 ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക്. അതെ അതെ. ഇതാണെങ്കിലോ? ഇതും അതുപോലെ തന്നെ മോനെ 2018 വണ്ടി, 160 ഓടിയ വണ്ടി. G4 ഓട്ടോമാറ്റിക്. ഏത്? ഇത് ഈ ഹെഡ്ലൈറ്റ് രണ്ടും പുതിയത് ഞാൻ വെച്ചതാ. കാരണം പ്രൊജക്ടർ ആണ്. G4 ഓട്ടോമാറ്റിക്കൽ വരൂല. G4 പ്രൊജക്ടർ വരൂല. അതെ, വീക്കും സെഡിനും വരുന്ന സാധനമാണ്. ഇത് നമുക്ക് 18 വണ്ടി. കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,59 ജെന്യൂൻ കിലോമീറ്റർ. എന്താ വില വരുന്നത്? ഇത് നമ്മൾ 17,000 റുപ്യൊക്കെ ചോദിച്ച് 17 ആണെന്നൊക്കെ പറയും. ന്യായമായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അടിപൊളി. ഇതാണെങ്കിലോ?
ഇത് 2017 തന്നെയാണ് G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള 1,55,000 കിലോമീറ്റർ ഓടിയ വണ്ടി. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ്. നോക്കിയാ ഇങ്ങോട്ട് അതിന്റെ അടുത്തേക്കാണ് വന്ന് നോക്കുക. എനിക്ക് എന്തായാലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടായിരുന്നോ മുടി വാരണമെന്നുണ്ടെങ്കിൽ അത്രയും ഫിനിഷിംഗ് ആക്കി നമ്മൾ വെച്ചിക്കണേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. പിന്നെ നമ്മളത് എത്ര ഫിനിഷിംഗ് ആക്കിയിട്ടും കാര്യമില്ല. ഞാൻ വരുന്നോലെ കണ്ണാണല്ലോ ഇതിന് വലിയ ഘടകം. വരുന്നോന്റെ കണ്ണാണ് വലിയ ഘടകം. 17 2.8G, അതായത് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ എന്നർത്ഥം. ശരി, എന്താ വില? ഇത് നമ്മള് 17 ഉറുപ്പ്യ ആസ്ക് ചെയ്യും. ഒരു 16.25 ഉറുപ്പ്യ ഞാൻ കൊടുക്കും. 16.25. അതെ, ഓക്കെ. അതും ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി. നീറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആകെ റീപ്ലേസ് എന്ന് പറയാൻ ഒരു ബമ്പറും ഹെഡ്ലൈറ്റും മാത്രം. അതൊന്നും ഇപ്പൊ പറയത്തക്ക സംഭവമല്ല. നമ്മൾ എന്നാലും പറയാന്നുള്ളൂ. മേജർ ഒരു കേസും ഇല്ല. മേജർ ഉണ്ടെങ്കിൽ വണ്ടി തിരിച്ചു കൊണ്ടുവന്നേരം. അല്ലാതെ നമ്മൾ ആരും വെല്ലു വിളിക്കാനൊന്നും നിൽക്കണ്ട. ഇതിന്റെ അടുത്ത് നിന്ന് വണ്ടി കൊണ്ടുപോയിട്ട് മേജർ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ പൈസ റീഫണ്ട് തരും. അതിന് ഏത് വണ്ടി എടുത്താലും ഒരാഴ്ച നിങ്ങൾക്ക് സമയം തരും. അല്ലാതെ കാലാകാലത്തിന് ഗ്യാരണ്ടി നേർപകുതി പൈസ തരിക, കൊണ്ടുപോവുക. ഒരാഴ്ച ചെക്ക് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ 8ാമത്തെ ദിവസം കായ് തരിക. അത്ര തന്നെ ഉള്ളൂ. ഈ കിടക്കണ വണ്ടി നമ്മള് ക്രിസ്റ്റയിൽ തന്നെ Z ഓട്ടോമാറ്റിക് 2016 വണ്ടി, 1.85 ഓടിയ വണ്ടി. നല്ല നീറ്റ് അല്ലേ വണ്ടി? എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത എന്ന് പറയാൻ ഒന്നുമില്ല. ബാക്കിൽ ഒരു ബമ്പർ മാത്രം കമ്പനിയിൽ തന്നെ മാറിയത്. അതൊന്നും ഒരു അപാകത എന്നിങ്ങനെ നമ്മൾ പറയേണ്ട ഇടയ്ക്കിടയ്ക്ക്. ഫൈബർ പാർട്ടല്ലേ എല്ലാം. ബമ്പർ മാറിയില്ലാണ്ട് ഞാൻ നല്ല. പിന്നെ ഈ കമ്പനിയിൽ നമ്മൾ ചെറിയ ചെറിയ സാധനം മാറുന്നത് നല്ലതാ. പഴയ സാധനം കൊടുത്തിട്ട് പുതിയത് കിട്ടല്ലേ മോനെ. അപ്പൊ അതിൽ നമ്മൾ സോലാകണ്ട. ശരി, ഇത് 16 Z ഓട്ടോമാറ്റിക്, 2ാമത്തെ ഓണർ, 1.85 ഓടിയ വണ്ടി. ശരി, എന്താ വില? ഇതിന് നമ്മൾ 16.5 ഉറുപ്പ്യ നമ്മൾ തീർത്ത് ആവശ്യപ്പെടും. നെറ്റ് ഫൈനല് 16 ലക്ഷം ഉറുപ്പ്യ 3 വട്ടം. 16 ലക്ഷം രൂപയ്ക്ക് 2016 വണ്ടി. 16 ബ്രൗൺസ് കളർ വണ്ടികൾ ഒന്നിനൊപ്പിച്ചുകൊണ്ട് നോക്കിയാൽ വൈറ്റ് ഉണ്ട്, നമ്മുടെ സിൽവർ ഉണ്ട്, ഗ്രേ ഉണ്ട്, മെറൂൺ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, എല്ലാ കളർ വണ്ടി ഉണ്ട്. G4 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്. ഏത് വേണമെങ്കിലും ബന്ധോളി ആവശ്യക്കാർക്ക് മുതൽ ചെയ്യാൻ. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫുൾ ഫോർച്യൂണർ, ഇങ്ങോട്ട് നോക്കിയാൽ ഫുൾ ക്രിസ്റ്റ അല്ലേ? ഓക്കേ, അടിപൊളി. ലാസ്റ്റ് വണ്ടികളായിട്ട് ഒരു 3-4 വണ്ടിയോട് കാണിച്ചു. അതെ, ഒരു നോർമൽ ഇന്നോവ കാണിച്ചേ പറ്റൂല നമുക്ക്. അതെ, നമ്മളെ ബ്രാൻഡ് അതല്ല. നമ്മൾ വന്ന വയ്യ മറക്കാൻ പാടില്ലല്ലോ. ഇതേതാ മോഡൽ? ഇത് 2015 ആണ് ഒറിജിനൽ കേരള വണ്ടി. 15 ഒറിജിനൽ കേരള. അതായത് നല്ല അടിപൊളി അലവിലൊക്കെ കണ്ടമാനം ഫിറ്റിംഗ്സ് ഉണ്ട്. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, പിന്നെ ആൻഡ്രോയിഡ്, മറ്റേ സ്റ്റീരിയോ, പിന്നെ അലവിയില് ഫ്രണ്ടിൽ സ്കേർട്ട്, ബാക്കിൽ സ്കേർട്ട് എല്ലാം ഉണ്ട്. ഒന്നും പറയാല്ല, അതിന് മാത്രം കയറ്റിയിരിക്കണം. ടോപ്പ് ഇന്റീരിയർ ആണ്. നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ 15 കേരള വണ്ടി 10 ഉറുപ്പ്യന്റെ വണ്ടിയാണ്. നമുക്ക് 9 ഉറുപ്പ്യക്ക് കൊടുക്കാം. 9 ലക്ഷം രൂപ. 9 ലക്ഷം ഉറുപ്പ്യക്ക് കൊടുക്കാം. അതായത് 15 മോഡൽ. അത് ഒറിജിനൽ കേരള. 9 ലക്ഷം രൂപ മാക്സിമം 9 ലക്ഷം രൂപ. അതെ. ഈ ക്രിസ്റ്റ ആണെങ്കിലോ? ഈ ക്രിസ്റ്റ 80,000 കിലോമീറ്റർ ഓടിയ 2020 മോഡൽ. 20 ആണ്. 80,000 കിലോമീറ്റർ ജെന്യൂൻ സർവീസ്, 0 ക്ലെയിം. അതും 2020 മോഡൽ. G4 മാനുവൽ മാനുവൽ ആണ്. ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്? 20 ഉറുപ്പ്യന്റെ വണ്ടിയാണ്. നമ്മൾ വലിയ വില ഒന്നും ചോദിച്ചൂല. നമുക്കൊരു 18 ഉറുപ്പ്യ കൊടുക്കാം. 18 ലക്ഷം രൂപയ്ക്ക് 2020 മോഡൽ. 17.5 ഇട്ടാലും കൊടുക്കാം. നിങ്ങളൊന്ന് ആലോചിക്കണം. അതും പേപ്പർ ആയ വണ്ടിയാണ് കേട്ടോ. പേപ്പർ അല്ല ബൈ, ഒറിജിനൽ കേരള വണ്ടി. 2020 ഒറിജിനൽ കേരള വണ്ടി, 0 ക്ലെയിം വണ്ടി. ആ വണ്ടിയാണ് നമ്മൾ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത്. 18 ലക്ഷം 17 ലക്ഷം ഉറുപ്പ്യക്ക് പാർക്കാട് തരും കൊണ്ടുപോകണമെങ്കിൽ. റെഡി ക്യാഷ് 5 കായ് ഉണ്ടാവുമ്പോ തന്നാ മതി. നമ്മളാളാ. ഇതാണെങ്കിൽ ഇത് 2016 G4 ക്രിസ്റ്റ. ഒറ്റ വില നമ്മൾ ഇതിന് പറയുള്ളൂ. ഇനി 2 തരുമോന്ന് ചോദിക്കും ചെയ്യരുത്. 11,90,000 ഉറുപ്പ്യ. 11,90 KL ആയ വണ്ടിയാട്ടോ. NOC-ലല്ല. സാധാരണ എല്ലാവരും അങ്ങനെ ചോദിച്ചാ. മേജറും മൈനറും ഉണ്ടെങ്കിൽ വണ്ടിയാണ് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? 16 മോഡൽ G4 ക്രിസ്റ്റ റീ രജിസ്ട്രേഷൻ 11,90,000 ഉറുപ്പ്യ ഫിക്സ്ഡ് MRP റേറ്റ്. കിടിലം പ്രൈസ്. ഇന്നോവ ഇത് 2000 ഇന്നോവന്റെ ഒരു ബഹറ നമ്മുടെ അടുത്ത് ഒന്ന് കാണിച്ചു കൊടുത്താലും. അതെ. അല്ലാതെ ഇന്നോവ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ അല്ലേ? പിന്നെ ഇപ്പൊ ടയോട്ടന്റെ വണ്ടിയാണെങ്കിൽ ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ. അതിന് നിങ്ങൾ വേറെ എടുക്കും പോകണമെങ്കിൽ വന്നാൽ മതി. മുതൽ നമ്മുടെ അടുത്ത് തരും. ഇത് 2015 വണ്ടി. 15 അല്ലേ? ഇത് കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ മോനെ 1,60,000 കിലോമീറ്റർ. അത് ജെന്യൂൻ ആണെന്നൊന്നും നമ്മൾ പറയണ്ട. ഇത് കണ്ടമാനം ഫിറ്റിംഗ്സ് കണ്ടില്ല. ക്രിസ്റ്റന്റെ അലവിയില് ഫ്രണ്ടിൽ സ്കേർട്ട്, ബാക്കിൽ സ്കേർട്ട്, പിന്നെ LED ഹെഡ്ലൈറ്റ്, ബാക്ക് ലൈറ്റ്, ടൈലാമ്പ്, ആൻഡ്രോയിഡ്, സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. 9 ഉറുപ്പ്യന്റെ വണ്ടി നമുക്ക് 8.75 കൊടുക്കാം. 8,70,000 രൂപ. അതെ. 8,75 നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് പോവാം അല്ലേ? അത് നല്ല അടിപൊളി വണ്ടി. പിന്നെ
അപ്പൊ ഇത്രയും നേരം നമ്മൾ ഒരുപാട് വണ്ടികൾ കാണിച്ചു അല്ലേ? കാണിച്ചു. പെരുന്നാളൊക്കെയാണ് നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കും. നമ്മളൊരു പാരമ്പര്യം ഉണ്ട്, നമുക്കൊരു തറവാടിത്തണ്ട് കച്ചവടത്തിൽ. വരുന്ന ആളുകളെ എന്തെങ്കിലും കാട്ടിയിട്ട് പറഞ്ഞയക്കൂല. മാന്യമായിട്ട് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന മാതിരി കൊടുക്കാം. പിന്നെ ഇപ്പൊ 10 ലക്ഷം റുപ്യന്റെ വണ്ടി 5 ലക്ഷം റുപ്യക്ക് തരുമോ വെച്ചാൽ നമുക്ക് എന്താ നിങ്ങള് തല്ലാനൊന്നും പറ്റൂല. നാവ് കടിച്ചു പിടിച്ച് നിൽക്കുക. വരുന്ന കസ്റ്റമർക്ക് എത്രയും ചോദിക്കാം. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം റുപ്യ വെച്ച വണ്ടി 5 തരുമോ എന്ന് ചോദിക്കാം. പക്ഷെ നമുക്ക് കൊടുക്കാൻ കഴിയൂല. പറ്റുമെങ്കിൽ കൊടുക്കൂലേ? അല്ല, പറ്റുമെങ്കിൽ നല്ല. ഇവിടെ നമ്മളൊരു പോളിസി എന്താ വെച്ചാൽ മാക്സിമം കുറച്ച് ചോദിക്കുക. അത് നമ്മളൊരു പരാജയ കച്ചവടത്തിൽ. വലിയ ചില്ലിട്ട യാർഡിലൊക്കെ 10 റുപ്യന്റെ വണ്ടിക്ക് 12 ചോദിക്കും. എന്നിട്ട് വെൽക്കം സാർ പറഞ്ഞ് ഇരുത്തിയിട്ടൊക്കെയാണ് കച്ചവടം. ഇവിടെ ആ പരിപാടി ഒന്നുമില്ല. ഇവിടെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു കൊടുക്കുക. അതിന് 100 വട്ടം കബൂലുള്ളവർക്ക് അഹിലം വസഹില. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒറ്റ കാര്യം, ഇപ്പൊ ഒരാളോട് ഞാൻ ഇവിടെ വന്ന് വണ്ടി എടുക്കണം നിർബന്ധമൊന്നും ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കാതെ പോയാൽ നിങ്ങൾക്ക് അത് ഭയങ്കര നഷ്ടമായിരിക്കും അല്ലേ? അത് തീരാ നഷ്ടം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പല ആളുകളുണ്ട് പോയി ചാവേറായി വരുന്നു. ഡൽഹിയിലും ബോംബെയിലൊക്കെ പോയി വണ്ടി എടുത്താണ്ട് ഡൽഹിയിലും ബോംബെയിലും എടുക്കണേലും കുറച്ച് ഞാനിവിടെ KL ആയ വണ്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അവിടെയും ഇവിടെയും പോയി നാദനെല്ലാ കളരി പോയാണ്ട് ചാടിയാണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. 100 രൂപ നമ്മളൊരു വണ്ടി എടുത്തിന് NOC കിട്ടിയില്ല, അത് കിട്ടിയില്ല. ഇത് നിങ്ങൾ ആ സംഗതിക്കൊന്നും റിസ്ക് നിൽക്കണ്ട, ഇങ്ങോട്ട് പോകുന്നോളി. KL ആയ വണ്ടി നിങ്ങളെ പേർക്ക് മാറ്റി തരലാണ് എന്റെ ഉത്തരവാദിത്തം. എന്തൊരു കായ് എന്നാ മതി. അതുപോലെ തന്നെ നേരെ പകുതി പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തോണ്ട് ഒരാഴ്ച ചെക്കിന്മാരുടെ കേരളത്തിൽ ഒരു ഷോറൂമാരും കൊടുക്കൂല. 100 വട്ടം. എന്തായാലും ഇവിടുത്തെ കഴിഞ്ഞ വീഡിയോ കാണാൻ മറക്കണ്ട. അതിനകത്ത് നമ്മൾ കുറെ ചെറുവണ്ടികളെ കാണിച്ചിട്ട് അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ. അതും കാണാൻ മറക്കണ്ട. ഒരുപാടധികം ഓഫറുകളോട് കൂടിയിട്ടുള്ള ചെറുവണ്ടി ഓഫർ എല്ലാവരും ഇങ്ങനെ പറയും. നമ്മളത് ഓഫർ ഉണ്ടോ നിങ്ങൾ നോക്കുക. അങ്ങനെയാണല്ലോ ഈ വീഡിയോ കാണില്ല. അതെല്ലോ എല്ലാ വീഡിയോ 4 വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. എല്ലായിടത്തും പോവാ, എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പാണ്. അടുത്തൊരു നമ്മളെ ലൊക്കേഷൻ പറഞ്ഞില്ലേ? അല്ല, ഒന്നും കൂടി പറയാണ്. മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയിൽ വെള്ളുവമ്പ്രത്തിന്റെ മോങ്ങത്തിന്റെ ഇടയിൽ, അതായത് മോങ്ങത്ത് തന്നെ പറയാം, അല്ലെങ്കിൽ വെള്ളുവമ്പ്രത്താണ് നമ്മുടെ സ്ഥാപനം നൂർ മോട്ടോഴ്സ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പാണ്. അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.